ഹലോ, ഞാൻ രാധികയാണ്. എന്തു പറയൂ രാധിക. ഇപ്പോ ഇന്ദുമതിക്ക് എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമൊന്നുമില്ല. നന്നായി. ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ഈ സമയത്ത് ചോദിക്കുന്നതെന്ന് നീ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇന്ദു നീലേട്ടനോട് പിന്നെ സംസാരിച്ചായിരുന്നോ? നീലേട്ടൻ എന്താ പറഞ്ഞേ? ഇന്ദു നീലേട്ടനോട് സംസാരിച്ചായിരുന്നോ? ഹലോ ഇന്ദു, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കഴിവതും പെട്ടെന്ന് ഞാൻ സംസാരിക്കാൻ രാധിക. ഇന്ദു, നീ ഒന്ന് നാളെ തന്നെ സംസാരിക്കൂ. ശരി, ഞാൻ നാളെ തന്നെ നീലേട്ടനോട് പറയാം. രാധിക വിഷമിക്കേണ്ട. താങ്ക്സ് ഇന്ദു. ഇന്ദു ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചോളാം കേട്ടോ. എന്നാ ഞാൻ വെക്കട്ടെ. ശരി രാധിക. സൂപ്പർ. വാമേ, റിബൺ കെട്ടിയേ. അകത്തേക്ക് കയറിക്കോളാം. സ്വാഭാവിക നീ ഈ ട്രാവൽസിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ട. അതുകൊണ്ട് ആദ്യം നീ തന്നെ പോയ കസലിരിക്കെ. അയ്യോ, ഞാൻ എന്തിനാ? നീ അവിടെ ചെന്നിരിക്കേ ചെല്ലേ. ഏട്ടത്തി, ചേടാ ധൈര്യമായിട്ട് വാ, വന്നിവിടെ ഇരിക്കേ. എടി സൗപർണികെ, വാ മോളെ. ഇനി ഈ ഓഫീസൊക്കെ നീ വേണം നോക്കാൻ. വാ, വന്നിവിടെ ഇരിക്കേ. ചെല്ലേ. വാ സൗ. ശ്യാംചേട്ടാ, വാ മുരളി വാ. ഇങ്ങ് കേറി വാ. അതാ വരുന്നേട്ടാ. ചേച്ചി. അമ്മേ പെങ്ങളെ, ഇവന്റെ പേര് മുരളി. നമ്മുടെ രണ്ടാമത്തെ വണ്ടി ഓടിക്കാൻ പോകുന്ന ഇവനാ. നല്ല കാര്യം മോനെ. ഏയ് സൗപർണികെ, ഫോൺ അടിക്കുന്ന കേട്ടില്ലേ? എടുത്ത് സംസാരിക്കേ. ഹലോ, ഇന്ദുമതി ട്രാവൽസ് അല്ലേ? ഓടി. നീയായിരുന്നോ? അതെടാ, നിക്കട അവിടെ. ചേച്ചി സംസാരിക്കേ. ഇന്ദുമതി ട്രാവൽസ് തന്നെയാ. പറയ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കാറിൽ ഒരു ചെറിയ റൗണ്ട് അടിക്കണമെന്നുണ്ട്. വരുമോ നിങ്ങള്? പൊടി മതി കാലിലൊരു റൗണ്ട് പോണം. അത്രയല്ലേ ഉള്ളൂ. എന്നാ എല്ലാരും വാ, എല്ലാരും വന്നേ. അമ്മേ വാ, പെങ്ങളെ വാ, എല്ലാരും വാ. വായേച്ചി. ഇന്ദു, അതൊക്കെ എടുത്ത് അകത്ത് വെച്ചേക്ക്. ഞാൻ കാശി എടുത്തോണ്ട് വരട്ടെ. അമ്മേ, ഹായ്. ഇന്ദു. അതെ, ഇപ്പൊ കഴിഞ്ഞു. ഇന്ദുമതി, ശ്യാമും ഇന്ദുവും തുടങ്ങിയ ഈ ട്രാവൽസ് നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. അതിനുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഇതങ്ങോട്ട് പിടിച്ചാട്ടെ. ഇതൊക്കെ ഒരു ഫോർമാലിറ്റി അല്ലേ? എന്താ ഇതൂടെ ആശംസകൾ? അയ്യോ, എന്റെ അളിയാ, അവരുടെ എന്നെ എടുത്ത് കൊടുക്കണോ? നീ മാത്രമല്ല ഒക്കെ കൊണ്ടുവന്നുള്ളൂ. എനിക്ക് വല്ല വാങ്ങിച്ചതായിരുന്നു. നിങ്ങൾ വന്നതിൽ ഒത്തിരി സന്തോഷം. അയ്യോ ഇന്ദു, എടാ നീല, ഇതുപോലെ ഇത്ര നാള് ഹോട്ടലല്ലേ നമ്മുടെ ഫാക്ടറിയിലെ ചോറെടുത്തോണ്ടാ വന്നോണ്ടിരുന്നത്. ഇനിയിപ്പോ ട്രാവൽസ് ആകുമ്പോ കാറ് തന്നെ വീഴായിരിക്കും. വരുമായിരിക്കും. ഇത് പായസം. ഇവിടെ അമ്മ തന്നെ. ചേട്ടാ ഇത്. ആനോ ഇതാരാ? എടാ അളിയ തിരുവനന്തപുരത്തുള്ള ഓർഡറാ. ഞാനിപ്പോ പോയി സംസാരിക്കേ. അതെ, നളഭാഗം കേട്ടിരിക്കുക എന്നെ പറഞ്ഞോ. എന്തെങ്കിലും പറഞ്ഞാ മതി. ഞാൻ അങ്ങോട്ട് ഒരു മിനിറ്റ് ഇന്ദുമതി. പറഞ്ഞോളൂ ചേട്ടാ. അത് എനിക്ക് ഇന്ദുവിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എന്തായാലും പറഞ്ഞു കേട്ടാ. അത് ഇവിടെ വെച്ച് വേണ്ട. ഞാൻ അപ്പുറത്ത് ആ ലോണിൽ വെയിറ്റ് ചെയ്യാം. താൻ അങ്ങോട്ടൊന്ന് വരുമോ പ്ലീസ്? ചേട്ടാ, എന്തായാലും ഇവിടെ വെച്ച് തന്നെ പറഞ്ഞോളൂ. അത് വേണ്ട ഇന്ദുമതി, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ചേട്ടാ, ഇനി പറഞ്ഞോളൂ. അത്രയ്ക്ക് പ്രധാനപ്പെട്ട കാര്യം അത് എന്താണാവോ? ഇന്ദു, അത് ഞാൻ ഞാൻ പറയട്ടെ, രാധിക കല്യാണം കഴിക്കണ കാര്യത്തിന് സമ്മതമാണെന്നല്ലേ? എങ്കിലത് വളരെ നല്ല തീരുമാനമാണ് ഏട്ടാ. ഇന്ദുമതി, രാധികയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലെന്ന് ഞാൻ തന്നോട് നേരത്തെ പറഞ്ഞിരുന്ന കാര്യമായിരുന്നില്ലേ? അതെന്താ നീലേട്ട? രാധിക വളരെ നല്ല കുട്ടിയല്ലേ? അതുമല്ല, നീലേട്ടന് വേണ്ടി അമ്മ ഒരു കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നല്ലൊരു തീരുമാനമായിരിക്കില്ലേ? അല്ല, വാസുദേവയുടെ സ്ഥാനത്ത് നിന്നും രാധികയുടെ സ്ഥാനത്ത് നിന്നും നീലേട്ടൻ ഒന്ന് ചിന്തിച്ചു നോക്കി. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇനി മേലിൽ ഇന്ദുമതി രാധികയുടെ കല്യാണക്കാരി പറഞ്ഞു വന്നേക്കരുത്. അതെന്താണെന്നല്ലേ ചോദിച്ചത്? അതിന്റെ കാരണം എന്താന്ന് ഇന്ദുമതിക്ക് അറിയണോ? അറിയണം. ഞാൻ മറ്റൊരാളെയാ സ്നേഹിക്കുന്നത്. അത് ആരാണെന്ന് താനെന്താ ചോദിക്കാത്തെ? അത് മറ്റാരുമല്ല, താനാ അത്. എന്റെ മനസ്സ് മുഴുവനും ഇന്ദു മാത്രമല്ല. എനിക്ക് ഇന്ദുവിനെ കല്യാണം കഴിക്കണമെന്നുണ്ട്. ഇന്ദുവിനോട് എനിക്ക് അത്രയേറെ ഇഷ്ടമാണ്. ഇന്ദുവിന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. തനിക്ക് ആദ്യം നടന്ന വിവാഹവും ഭർത്താവ് മരിച്ചുപോയ കാര്യങ്ങളൊക്കെ. ആദ്യത്തെ ഭർത്താവ് മരിച്ചു പോയതുകൊണ്ട് ഒറ്റത്തടിയായിട്ട് ജീവിക്കണമെന്ന് സമൂഹം പോലും പറയുന്നില്ല. എത്രയോ പേരങ്ങനെ രണ്ടാമത് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. മരിച്ചുപോയ ഭർത്താവിന്റെ കുടുംബത്തെ നോക്കി ഇങ്ങനെ എത്ര കാലം എന്ന് വെച്ചാൽ ഇന്ദുമതി ഒറ്റയ്ക്ക് ജീവിക്കുക. തനിക്കൊരു ജീവിതം വേണ്ടടോ. അത് തനിക്ക് എന്റെ കൂടെ കഴിഞ്ഞൂടെ? എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് തന്നോടൊപ്പം മാത്രമായി. ഐ ലവ് യു ഇന്ദുമതി. ഉടനെ എനിക്കൊരു ഉത്തരം തരണമെന്നില്ല. താൻ ആലോചിച്ച് പറഞ്ഞാൽ മതി. പക്ഷെ ആ നല്ല ഉത്തരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. ഇല്ല നീലേട്ടാ, എന്റെ അനന്തനെ മറന്നോട്ടൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. നീലേട്ടന്റെ നല്ല മനസ്സിന് നീലേട്ടന് നല്ലൊരു കുട്ടിയെ തന്നെ കിട്ടും. ഹലോ, ഇന്ദുമതി ട്രാവൽസ് അല്ലേ? അതെ, ആരാ? അത് ഏത് കാറാ എടുക്കുന്നതിനനുസരിച്ചിരിക്കും. അപ്പ് ആൻഡ് ഡൗൺ, കിലോമീറ്റർ, ഡ്രൈവർ ബാറ്റ, ടോൾ ഗേറ്റ് എമൗണ്ട് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടേ പറയാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മൂവാറ്റുപുഴ വരെ പോവാൻ സൈക്കിൾ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ എത്ര വരും? സൈക്കിളോ? ഹലോ, ആരാ നിങ്ങള്? ട്രാവൽസിലേക്ക് കോൾ ചെയ്ത് സൈക്കിൾ വാടകയ്ക്ക് കിട്ടും ചോദിക്കാൻ പാട്ടാണോ നിങ്ങക്ക്? ഇതുവരെ നിനക്ക് എന്റെ ശബ്ദം മനസ്സിലായില്ല. ഹലോ, ആരാ നിങ്ങള്? ജയദേവൻ. എന്താടി എന്നെ ജയിലിലേക്ക് അയച്ചിട്ട് നീ ഇവിടെ സന്തോഷമായിട്ട് സുഖിച്ച് ജീവിക്കാണോ? ജയിലിൽ പോയവന് ബെയിൽ കിട്ടുന്ന അറിയില്ല നിനക്ക്. ഞാൻ വന്നടി പൂർവാധികം ശക്തമായി. ഇനി നിനക്ക് ഞാൻ സൗകര്യം തരും. കാളരാത്രികൾ തുടങ്ങുന്നേ ഉള്ളൂടി. ഒരംഗത്തിനും കൂടെ ഉള്ള ശക്തിയുണ്ടോ നിനക്ക്? അല്ല മോളെ, നീ കല്യാണം കഴിച്ചു എന്നൊക്കെ ഞാൻ കേട്ടല്ലോ. പണ്ട് നിന്റെ പിന്നാലെ നടന്ന ആ ശ്യാമ തന്നെയല്ലേ നിന്നെ ഇപ്പൊ കെട്ടി ഒടുങ്ങിയിരിക്കുന്നത്? കുഴപ്പമില്ല, നീ കല്യാണമൊക്കെ കഴിച്ചോ. പക്ഷെ നിന്റെ ആ പുതിയ കെട്ടിയവനോട് ഈ ജീവനായിട്ട് നിന്റെ ആദ്യ രാത്രിയൊക്കെ കഴിച്ച കാര്യം നീ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇല്ലല്ലോ അല്ലേ? എനിക്കറിയാം. എന്നാ ഞാൻ പറയട്ടെ. അങ്ങനെ ആവുമ്പോ ഒരു ത്രില്ല് ഉണ്ടാവുമല്ലോ. നീ അത് മറന്നോ? എന്റെ കൂടെ നീ ആസ്വദിച്ച ആ രാത്രി. പക്ഷെ അത് കഴിഞ്ഞ് വേറെ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലായിരുന്നോ? ഞാൻ പുറത്തു വരുമ്പോ എന്റെ ഒരു അനന്തരാവകാശിയെ പ്രസവിച്ച് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞാൻ കരുതിയത്. കുഞ്ഞിനെ കാണാൻ കൊതിയോടെ ഞാൻ എത്തിയതാ. അപ്പോഴല്ലേ
നീ വേറൊരുത്തിനെ കെട്ടിയെന്ന് നാട്ടുകാരെന്നോട് പറഞ്ഞത്? കുഴപ്പമില്ല എനിക്ക്, അവൻ ആ ഒരു സൈഡിൽ ഇരുന്നോട്ടെ. പക്ഷെ എനിക്കും വേണം നിന്നെ. അല്ലെങ്കിൽ നിന്റെ ആ ഷാമിന്റെ അടുത്ത് പോയി നമ്മുടെ ആദ്യ രാത്രിയുടെ കഥയൊക്കെ ഞാൻ പോയി ചെന്ന് വിളമ്പും. അതൊക്കെ വേണോ? അതിനേക്കാളും ഞാൻ പറയുന്ന അനുസരിക്കും. ഡീലല്ലേ? എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ. ബൈ ബേബി. വേണ്ട പ്ലീസ്, എന്നെ വെറുതെ വിട്ടേക്ക്. പിന്നെണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ വിളിച്ച് ഓരോന്ന് ആവശ്യപ്പെടും. അറ്റൻഡ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ മോള് ഇവരെ അറിയും. ബൈ. ഹലോ ഹലോ. ചേച്ചി ഒരു ചായ എടുക്കട്ടെ. ആ എടുത്തോ. അതാ ഇപ്പൊ തന്നെ. എന്താണ് ഓട്ടത്തിനൊന്നും പോയില്ലേ? ഇല്ല മോനെ. ആ വിഷ്ണു, ഇന്ദുമതിക്കും കൂടി ഒരു ചായ ഇങ്ങോട്ട് എടുത്ത്. അതാ ഇപ്പൊ തരാം. ദാ ചേച്ചി. പതിവ് പോലെ പറ്റില്ല എഴുതിക്കോട്ടോ. ശരി ശരി എഴുതിക്കോളാം. ഇന്ദു, ദാ ചായ കുടിക്കും. വേണ്ട ചേച്ചി, വൈകുന്നേരം ഇത് പതിവുള്ളതാണല്ലോ എന്ന് ഓർത്താ ഞാൻ നിനക്കും കൂടി വാങ്ങിച്ച്. ദാ കുടിച്ച്. ഇന്ദു കുടിക്ക്. ഇന്ദു എന്തു പറ്റി? അത് ഒന്നുമില്ല ചേച്ചി. ഇന്ദു, കാര്യം എന്തായാലും നീ ഈ ചേച്ചിയോട് തുറന്നു പറ. ചേച്ചി, നീലകണ്ഠൻ ചേട്ടൻ ഇല്ലേ? അതെ, നീലകണ്ഠൻ എന്താ പറ്റിയേ? നീലേട്ടൻ ഒരു കാര്യം. നീലേട്ടൻ എന്നോട് തനിച്ചൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്നൊന്നും ചിന്തിക്കാണ്ട് ഞാനും ചേട്ടനെ കാണാൻ പോയിരുന്നു. എന്നിട്ട് എന്താ നീലകണ്ഠൻ പറഞ്ഞു? നീലേട്ടൻ എന്നോട്, നീലകണ്ഠന് നിന്നോട് ഇഷ്ടമാണെന്ന് എങ്ങാനും പറഞ്ഞു. നീലേട്ടൻ എന്നോട് ഇങ്ങനെ ഒരു തോന്നലുണ്ടാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അല്ല, അതൊക്കെ അവിടെ നിക്കട്ടെ ഇന്ദു. നേരത്തെ നിന്റെ കല്യാണം കഴിഞ്ഞതാണെന്നൊക്കെ അവൻ അറിയാമോ? ആ കാര്യങ്ങളൊക്കെ നീലേട്ടൻ അറിയാം. എല്ലാം അറിഞ്ഞോണ്ടാണോ നിന്നോട് അവൻ അങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞത്? ഇന്ദു, നിന്നെ കുറിച്ച് എല്ലാം അറിഞ്ഞോണ്ട് അവൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞെങ്കിൽ അതൊരു നല്ല തീരുമാനമാണെന്ന് തന്നെയാ എനിക്കും തോന്നുന്നു. എവിടെയോ തെണ്ടി നടക്കുന്ന ഒരു തെമ്മാടിയൊന്നും അല്ലല്ലോ നിന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞ് പുറകെ വന്നത്. അന്തസ്സായിട്ട് ജീവിക്കുന്ന പൊന്നും കൂടെ പോലത്തെ ഒരു ചെറുക്കനല്ലേ നീലകണ്ഠൻ. അവൻ അങ്ങനെ ഒരു തോന്നലുണ്ടായത് നിന്റെ ഭാഗ്യമാ. അതിനെന്തിനാ നീ ഇരുന്ന് കരയുന്നേ? ഒരു ദുസ്വഭാവവും ഇല്ലാത്ത നല്ലൊരുത്തൻ. അതുമല്ല, അവന്റെ ചേച്ചിയുടെ മോള് നീയെ അവനല്ലേ സ്വന്തം മോളെ പോലെ വളർത്തുന്നേ. നിങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ ഒന്നിക്കുവാണെങ്കിൽ നീയമോള് അവസാനം വരെ നിന്റെ കൂടെ ഉണ്ടാവില്ലേ? ചിന്തിച്ചു നോക്ക്. ഇത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഏത് വകുപ്പിൽ ഇത് നല്ല കാര്യമാവുന്നേ? ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ജീവിതത്തിൽ ഒരു കുടുംബവും കുട്ടിയൊക്കെ വേണ്ടേ? ഒന്ന് നിർത്തുന്നുണ്ടോ ചേച്ചി? ദയവേത് ചേച്ചി എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. എനിക്കിത് കേൾക്കാനുള്ള ശക്തിയില്ല. എന്തു, എനിക്ക് ആരുടെയും കൂടെ ഒരു കല്യാണം വേണ്ട. എനിക്ക് വേറൊരു കുടുംബം വേണ്ട. അനന്തോനോട് കൂടി അതൊക്കെ അവസാനിച്ചത്. വീണ്ടും ഒരു കല്യാണമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ അനന്തോന്റെ ഓർമ്മകളുമായിട്ട് ജീവിച്ചു തീർത്തോളാം. എനിക്ക് മറ്റൊരാളെ എന്റെ ജീവിതത്തിൽ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഞാൻ പോട്ടെ ചേച്ചി. പിന്നെ കടം. ഇന്ദു, നീ എന്താ ഇന്ദു ഇങ്ങനെ? ഇന്ദു, ഇന്ദു, എത്ര വലിയ ഭാഗ്യം ഇവള് തട്ടിക്കളയുന്നേ. ഞാൻ മറ്റൊരാളെയാ സ്നേഹിക്കുന്നത്. അത് മറ്റാരുമല്ല, താനാ അത്. എന്റെ മനസ്സ് മുഴുവനും ഇന്ദു മാത്രമേ ഉള്ളൂ. എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് തന്നോടൊപ്പം മാത്രമായിരിക്കും. ഐ ലവ് യു ഇന്ദുമതി.